ഹലോ ഫ്രണ്ട്സ്, ഇന്നൂസിന്റെ പുതിയ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ. അപ്പോൾ എന്താ നിങ്ങൾ എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ? അതെ, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ സ്റ്റേഷനറി ഐറ്റംസും കാണിക്കുന്നുണ്ട്. ഒരു കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നിൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് ഒന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ ഒരു വീഡിയോയിൽ ഇടാനുള്ള അത്രമാത്രം സാധനങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് എന്താണ് എൻ്റെ അമ്മയുടെ ഫ്രണ്ടൊക്കെ തന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബോക്സും 2ാം ക്ലാസ്സിലത്തെ ബോക്സൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പറഞ്ഞതല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ എക്സാം പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് മുതൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മുടെ ജോമെട്രിക്കൽ ബോക്സ് ആണ്. ഇതെനിക്ക് ദുബായിൽ നിന്ന് എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് കൊടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ അമ്മച്ചിൻ്റെ ഫ്രണ്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ സാധനമാണ് ഈ ജോമെട്രിക്കൽ ബോക്സ്. ഇത് ദുബായ് ബോക്സ് ആണ് കണ്ടോ. ഇതിൻ്റെ ഇത് സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു. ആ സ്കെയിലൊക്കെ എവിടെയാ കാണുന്നില്ല. അമ്മച്ചിൻ്റെ ഇപ്പം +2 പഠിച്ച ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇടയ്ക്ക് നാട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് സാധനം കൊടുത്തേക്കാറുണ്ട് കേട്ടോ. പേരെന്തേലും എന്തായിരുന്നു, ഷഹലത്താത്തയാണ്. അപ്പോൾ ഇതാണ് ജോമെട്രിക്കൽ ബോക്സ് ആണ്. ഇതിൻ്റെ സ്കെയിലൊക്കെ കാണുന്നില്ല. രണ്ടാമതെന്ന് പറയുന്നത് ഓയിൽ പേസ്റ്റ് ആണ്. ഇതും ഷഹലത്താത്ത കൊടുത്തതാണ്. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ഔട്ട് ഈ ഓയിൽ പേസ്റ്റ്. ഇതൊക്കെ 24 പീസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വല്ലാണ്ടൊന്നും ഇത് യൂസ് ചെയ്തിട്ടില്ല കണ്ടോ. 24 പീസ് ഉണ്ട്. ഞാൻ 1-2 ചിത്രമൊക്കെ അതുകൊണ്ട് വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് വല്ലാണ്ടൊന്നും ചിത്രം വരയ്ക്കാൻ അറിയില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത് എനിക്ക് എൻ്റെ അമ്മ മേടിച്ചതാണ്. ഇത് ഞാൻ ഇതൊക്കെ കിട്ടണ മുമ്പ് മേടിച്ചിട്ട് കുറേ പറഞ്ഞ് മേടിച്ചതാണ് കേട്ടോ ഓയിൽ പേസ്റ്റ്. ഇതെനിക്ക് 6ാം ക്ലാസ്സിൽ നിന്ന് മേടിച്ച ഓയിൽ പേസ്റ്റാണ്. ഒരു കൊല്ലമായിട്ട് അത് വാങ്ങിയിട്ട്. പക്ഷേ ഞാനിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ ഇത് വൈറ്റിൻ്റെ വെള്ളൻ്റെ പൊട്ട് കാണുന്നില്ല, ബാക്കി കഷ്ണം കാണുന്നില്ല വെള്ളൻ്റെ കണ്ടോ. ഇത് 12 പീസ് ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇതും എൻ്റെ അമ്മച്ചി മേടിക്കുന്നതാണ്. ഇത് 6ാം ക്ലാസ്സിലല്ലേ, 5ാം ക്ലാസ് ആ ഒരു തുടക്കത്തിൽ നിന്ന് മേടിച്ചൊരു ബോക്സാണിത്. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഇപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലേക്ക് ഈ ബോക്സാണ് കൊണ്ടുപോകാറ്. എനിക്ക് വേറെ ബോക്സ് ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും ഈ ബോക്സ് കൊണ്ടുപോകും മാത്രം. എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷെ ബാക്കിയുള്ള ബോക്സ് എനിക്ക് അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ. ഞാൻ എക്സാമിന് പോയി പെന്ന് എഴുതുമ്പോൾ എനിക്ക് ചില പെന്നുകളൊക്കെ പെട്ടെന്ന് കിട്ടുന്ന വിചാരിച്ചിട്ട് ആ പെന്ന് ഞാൻ എപ്പോഴും കൊണ്ടുപോകാറ്. അപ്പോൾ അപ്പം എൻ്റെ കയ്യിന് ഇത്തിരി ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നാളെ എക്സാം ആണല്ലോ. അപ്പോൾ മാത്സിന് ആ പെന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട്. മാത്സ് ഭയങ്കര ടഫായിട്ട് എനിക്ക് തലയിൽ കയറൂല, അത്ര ടഫുള്ള വിഷയമാണ് എനിക്ക്. അപ്പോൾ ഈ ബോക്സാണ് ഞാനിപ്പോഴും 7ാം ക്ലാസ് കൊണ്ടുപോകാറ്. ഇതൊക്കെ ഒരു ലെക്സി പെൻ ഉണ്ട്, ഒരു ബ്ലാക്ക് മഷി ഉണ്ട്, പിന്നെ ഇതാ ഒരു പെൻസില്. ഈ പെൻസിൽ അതിൻ്റെ കൂടുതൽ കട്ടർ, അതുപോലെ തന്നെ ഇറേസറൊക്കെ ഷഹലത്താത്ത കൊടുത്തതാണ്. പിന്നെ സ്കെയില്. പിന്നെ അപ്പുറത്ത് ഇതെനിക്ക് എൻ്റെ 5ാം ക്ലാസ്സിന് ഹൈലൈറ്റർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈലൈറ്റർ അങ്ങനെ വാങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാറുണ്ട്. പിന്നെന്താ, പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് അച്ചാറും കുപ്പിയാണ്. അപ്പോൾ അച്ചാറും കുപ്പിയിൽ വെറുതെ ഒന്ന് ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ കുളമായിപ്പോയി. ഞാനൊരു മാർക്കർ ഉപയോഗിച്ചിട്ട് കണ്ണു ഇതൊക്കെ വരച്ചത്. അപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല, ആകെ വെള്ളമൊക്കെ ആയിട്ട് ആകെ പരന്നു. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. അതിപ്പോൾ ഞാൻ ആകെ കുളമായിപ്പോയി. അപ്പോൾ ഇതിലൂടെ ഞാൻ വലിയ സാധനം ഇടാറില്ല, കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കത്രിക, 2 പെയിൻറ്റും ബ്രഷ്, പിന്നെന്താ ഇതൊക്കെ ഞാൻ ഭംഗിക്ക് വെച്ചതാണ്. ഇതിൻ്റെ മഷൊക്കെ ഇതാ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, ഇതിൻ്റെ നിബ്ബൊക്കെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ വെറുതെ ഷോക്ക് വേണ്ടി വെച്ചതാണ്. ഇതൊക്കെ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങി ഇങ്ങനെ വെക്കണം, വെറുതെ ഷോക്ക് നമുക്ക് വെക്കാമല്ലോ. പിന്നെന്താ, പിന്നെ ഇതും ഷഹലത്താത്ത കൊടുക്കുന്നതാണ് കേട്ടോ, ദുബായിൻ്റെ ബോക്സ്. ഈ ബോക്സ് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. അത് കണ്ടു ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ട് കേടുവരുത്തിയതാണ്. കേടുവരുത്തിയതല്ല, അവളെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതാണ്. പിന്നെ കുറച്ച് മഞ്ചാടി നിങ്ങൾക്ക് ഉണ്ട് ഗൈസ്. ഇങ്ങനത്തെ കുറച്ച് ഹോബീസ്. എനിക്ക് ഇങ്ങനെ ബോക്സിൽ മഞ്ചാടി, അതുപോലെ മുത്ത്, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. ചോക്കപ്പൊട്ടാളൊക്കെ കണ്ടോ. ഇതിപ്പോൾ ഇത്ര ഉള്ളു. ഈ ബോക്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, എനിക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം കണ്ടോ. പിന്നെ ഇതെനിക്ക് ഫസ്റ്റായിട്ട് വാങ്ങിയ ജോമെട്രി ബോക്സാണ്. അതിൻ്റെ കണ്ടാലും മനസ്സിലാവുമല്ലോ, 5ാം ക്ലാസ്സിൽ വാങ്ങിയ ജോമെട്രി ബോക്സാണ്. ഇതിലിപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമുണ്ട്. പക്ഷേ
കണ്ടോ, ആവശ്യമായിട്ട് പറയുമ്പോൾ ആകെ 2 സാധനമുള്ളത് ഇതിൽ. പിന്നെന്താ, പിന്നെ ഞാൻ ഇതാണ് കൊണ്ടുപോകാറ് സ്കൂൾക്ക്. ഇത് പിന്നെ വല്ലാണ്ടൊന്നും കൊണ്ടുപോകാറില്ല. ഇതിലത്തെ ഒരു സാധനം കൊണ്ടുപോകാറില്ല. ഇതിലുണ്ടല്ലോ ഇതാ, ഇതിലത്തെ ഇതില്ല, എന്താ പറയുക, കോമ്പസ്. ഈ കോമ്പസ് എന്താ പറയുക, ഇങ്ങനെ നമുക്ക് വട്ടം വരക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, അത് ഇങ്ങനെ തെന്നി പോകും. അപ്പോൾ ഞാൻ ഇതാണ് എക്സാമിന് കൊണ്ടുപോകാറ്. അങ്ങനെ ഇത് എടുത്ത് വെക്കും. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് കാണുമ്പോൾ ഓരോ ആർട്ട് കാണും. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതൊക്കെ ഞാൻ ചുമരുമാകെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫാബ്രിക് പെയിൻറ്റ്സ് ആദ്യം ഇതിന് 20 രൂപയുള്ളായിരുന്നു. ഇപ്പം ഇതിന് 25 അല്ലേ, 25 രൂപയുണ്ട്. അതിൻ്റെ കുറച്ച് വലുത്. പിന്നെന്താ, എനിക്കിത് 2ാം ക്ലാസ്സിൽ വാങ്ങിയ ബോക്സാണ്. ഇത് ഞാൻ വല്ലാണ്ടൊന്നും കൊണ്ടുപോകാറില്ല. ഇതാണ് അധികം കൊണ്ടുപോകാറ്. പിന്നെ ഇത് കണ്ടോ, ഇത് മറ്റേ ഞങ്ങൾ വാതിൽ ഹാളിന് അടുക്കളയിലേക്ക് പോണ വാതിൽ എന്താ പറയുക, ഒരു ഓട്ടുണ്ട്, എന്താ പറയുക, അങ്ങനെ അത് ചതലൊക്കെ പിടിച്ചിട്ട് പൊളിഞ്ഞാടിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉമ്മച്ചിയോട് പറഞ്ഞു കട്ടിൽമ വെക്കാനാണ് ടാപ്പ് വാങ്ങാറ്. നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കയറുമെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി പറഞ്ഞത് നമുക്ക് ടാപ്പ് വാങ്ങാം, അവിടെ നിന്ന് ഒട്ടിക്കാറ്. അപ്പം എൻ്റെ വിചാരം എന്താ, അവിടെ കട്ടിൽമ ചെറിയൊരു ഓട്ടുണ്ട്, കാണിച്ചെടുക്ക്. അപ്പോൾ ചെറിയൊരു ഓട്ടുണ്ട്, ഇവിടെ ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ അതിന് ഒട്ടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചെറുതല്ലേ, ഇപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എനിക്കറിയില്ല, ഈ ക്ലാൻ്റെ പേര് എനിക്കറിയില്ല. ഈ ബ്ലാക്കും വൈറ്റും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അതിന് ഒട്ടിക്കുക. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഇതിപ്പോൾ കട്ടായിട്ടുണ്ട്, ഇങ്ങനെ കട്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ ഇപ്പം പിന്നെ വെച്ച് പറഞ്ഞത് ഇതിനല്ല പറഞ്ഞത്, ഞാൻ വാതിലിന് ഒട്ടിക്കാനാണ് പറഞ്ഞത്. അപ്പം എന്തായാലും പറ്റില്ല. അപ്പം ഞാൻ അതുകൊണ്ടൊക്കെ ആർട്ട് ചെയ്തതാണ് കണ്ടത്. ബാക്കി വന്നത് കട്ടായി പിടിച്ച് സാധനം നശിച്ച്. പിന്നെന്താ, പിന്നെ ഇത് മാർക്കർ പോലത്തെ കുറച്ച് സ്കെച്ച് കേട്ടോ. സ്കെച്ചല്ല, അത് മാർക്കർ പോലെ കുറച്ച് കട്ടിയുള്ള ഇത് എഴുതുമ്പോൾ കുറച്ച് കട്ടിയിലാട്ടോ വരിക, സ്കെച്ചിൻ്റെ പോലെയല്ല. ഇതും ശരതാത്ത ഗൾഫിൽ നിന്ന് കൊടുത്തതാണ്. ഇത് എത്ര പീസ്, ഇത് 18 പീസ് ഉണ്ട് കേട്ടോ. 18 അല്ല, 18 ഉണ്ട് വരുന്നത്. 18 പീസ് ഉണ്ട്, കാണിച്ചു തരാം. ഉണ്ടോ, ഓക്കെ. ഇനി നമുക്ക് എന്ത് കാണാം, എൻ്റെതാ ഈ ഒരു ബോക്സ്. ഇത് ഷഹലത്താത്ത കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. നമുക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് ഉണ്ടാവും. പുതിയ ബൗച്ചാണ്. ഇതിൻ്റെ ഗുളിക ഹോമിയോ മരുന്ന് ഇട്ട് വെച്ചിട്ട് എനിക്ക് അലർജി ഉണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള കുറച്ച് ഹോമിയോ മരുന്നാണ് കണ്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് ഇറകൾ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഞാൻ എൻ്റെ മരുന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് അലർജി ഉണ്ട്. പിന്നെ ഇതും ആ ഫ്രണ്ട് കൊടുത്തത് തന്നെയാണ് കേട്ടോ. ഇത് 18 പീസ് പെൻസിൽ. പിന്നെന്താ, ഇവിടെ കാണുമല്ലോ 10 പീസ് ഇറേസർ. ഇതിൽ 10 പീസ് ഇറേസറും 20 പീസ് പെൻസിലും 10 പീസ് കട്ടറും ഉള്ളത്. നമുക്ക് നോക്കാം ഇപ്പോൾ എത്ര പീസ് ഉണ്ട് നോക്കാം. ഇപ്പോൾ പകുതിയോളം പോയിട്ടുണ്ടാവും, കാണാൻ തന്നെ ഉള്ള ഇതിൻ്റെ പെൻസിലൊക്കെ. എനിക്ക് പെൻസിലൊക്കെ എന്താ പറയുക, പെൻസിൽ അതുപോലെ തന്നെ ക്ലിപ്പൊക്കെ തികയൂല, അങ്ങനെ എവിടേക്കാ പോകണമെന്നറിയില്ല. ഇതെൻ്റെ ഡ്രോയിങ് പെൻസിലാണ്. ഇതിൻ്റെ അവസ്ഥ കണ്ടു. ഇതൊക്കെ എൻ്റെ നമുക്ക് ഇതിൽ കണ്ടു. ഇപ്പോൾ എത്ര പീസ് ഉണ്ട് നോക്കാം. 1 2 3 4 6 8 10, ഇത് നോക്കണ്ട, 9 13 14 15 16 17 18 വയസ്സ്. അപ്പോൾ ബാക്കി പെൻസിൽ എവിടെയാണെന്ന് അറിയത്തില്ല. ഒരു പെൻസിൽ ഇതിലുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ എത്ര കട്ടർ, 10 പീസ് കട്ടർ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1 2 3 4 5 6 7 കട്ടറല്ല, ഇറേസർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 7 ഇറേസർ ഉണ്ട്. ഒരു ഇറേസർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 8 ഇറേസർ ആയില്ലേ. ബാക്കി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 ഒന്ന് ഇതിലുണ്ട്. അപ്പോൾ 9. അപ്പോൾ കറക്റ്റാണ്. 1 മിസ്സായിട്ടുള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം.
ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇനിയിപ്പോഴത്തെ കാണിക്കുന്നുണ്ടല്ലോ എന്താ, ഇത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. ഞാനിവിടെ കുറച്ച് ലേസൊക്കെ വെച്ച്, അത് ഇതില്ല എന്താ പറയുക, അടിക്ക് നോക്കുമ്പോൾ എന്താ മനസ്സിലാവും, അതെ ബൾബിൻ്റെ പെട്ടിയാണ് അത്. അടിയിൽ കുറച്ച് ലേസ്, അവിടെയാണ് അടിയിൽ കുറച്ച് ലേസൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുഞ്ഞി വീടിൻ്റെ ഒരു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ കേട് വന്നു. അപ്പം ഞാൻ വെറുതെ ഇതിൽ കനിട്ടച്ച വേഗം അടിക്ക് ചാടും. ഇതിലെന്താ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോഴും സ്കൂളിൽ കൊണ്ടുപോവുക, ഇങ്ങനെ സ്കൂളൊക്കെ ബോറടിച്ച് ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പൊട്ടിച്ചതാണ്, ഫുള്ള് എൻ്റെ ഫ്രണ്ട് പൊട്ടിക്കാറ്. ഓരോ കട്ടറുണ്ട്. ഇത്രയും പെന്ന ഗൈസ് എനിക്കുള്ളത്. ഇതിലൊക്കെ നല്ല മഷി ഇല്ല അതിൽ. ഞാൻ വെറുതെ എന്നെ പറയും ഷോക്ക് വേണ്ടി, നിങ്ങളുടെ മുമ്പിൽ ഷോക്ക് കാണിക്കാൻ വേണ്ടി വെച്ച പെന്നാണ്. ഇതിൽ മഷി പറഞ്ഞ സാധനമല്ല, കണ്ടോ ഒരു മഷിയില്ല. പക്ഷെ ഇതിൽ മഷിയുണ്ട്. ഇത് അയൽവാസി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുത്തതാണേ. ഓക്കെ, പിന്നെ ഇതൊരു മാർക്കറാണ്. ഇതൊക്കെ ഞാൻ വെറുതെ ആൾക്കാർ വരും ഇങ്ങനെ നമ്മളെ വീട്ടിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ സാധനം കാണുമ്പോൾ ഈ കുട്ടിക്ക് കുറേ സാധനം ഉണ്ടല്ലോ എന്ന്. ഈ ബോക്സ് ഈ ഒരു പെൻസിൽ ബോക്സ് കാലിയായി നിൽക്കുകയാണ്. അപ്പോൾ കാലിയായി നിൽക്കുമ്പോൾ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ നിറയില്ലാത്ത പെൻസിലും അതുപോലെ തന്നെ നിറയില്ലാത്ത ഈ മാർക്കറൊക്കെ വെറുതെ ഇട്ട് വെക്കാന്നുള്ളൂ. ഇതിന് നിറയില്ല പ്ലീസ്. പിന്നെന്താ എന്തിനു പറയാം, സ്റ്റാപ്ലർ. എന്തിനു പേര് പ്ലീസ്, ഞാൻ മറന്നുപോയി, ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതുണ്ട്. പിന്നെന്താ ഇത് ഞാൻ അഞ്ച് പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. അങ്ങനെ ഒരു പെന്നാണ് കേട്ടോ, ആ പെന്നാണിത്. ആ പെന്നിൻ്റെ സാധനമില്ല. പിന്നെ ഇത് കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്, നോട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറേ പൈസ ഉണ്ട്, അപ്പോൾ അയിമ വെക്കാനുള്ളതാണ് ഈ സാധനം. അറിയത്തില്ല, ഒന്നും എനിക്കറിയാം. ഇത് നോട്ടട്ടില്ലേ, അയിമ അങ്ങനെ വെക്കുന്ന സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പൈസ അട്ടിക്ക് വെച്ചിട്ടുണ്ട്, അയിമൊക്കെ വെക്കാനാണ്. ഇനി വെറുതെ പറയുകയാണേ, ഇത് ATM ഞാൻ പൊക്കിയതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ വേസ്റ്റ് ബാസ്കറ്റ് കിടപ്പോൾ ഇങ്ങനെ പൊക്കി നമുക്ക് എന്തെങ്കിലും ആർക്ക് ചെയ്യാലോ. അപ്പോൾ ഗേസ് ഇങ്ങനെ പൊക്കിയതാണ്. പിന്നെന്താ ഇതിണ്ട് ഒരു കുഞ്ഞി ഫ്ലവേഴ്സ്. ഇത് സ്റ്റെപ്ലെസ് ആണ്. നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മറ്റേ പിന്നടി, ആ പിന്നാണ് കേട്ടത് അല്ലേ, ആ പിന്നാണിത്. പിന്നെ ഒരു കുഞ്ഞ് ഇറേസറുണ്ട്. പിന്നെന്താ ഒരു കുഞ്ഞി ഫ്ലവർ. പിന്നെ ഈ ബോക്സ് കൊടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. എനിക്കെന്താ കേട് വരാതെക്കാനാ, ഈ കൂറ ഒക്കെ വരാതെക്കാൻ തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം നമുക്കിനി ഞാൻ വെറുതെ വെച്ചതാണ് ഇപ്പം ഇതിൽ. പിന്നെന്താ പിന്നെ കുറേ വന്നില്ല. ഇതെന്താ കുലിസ്, അതായത് പാചസര. എൻ്റെ ഇത് ബ്രേസ്ലെറ്റാണ് ഫ്രണ്ട്സ്, ചെറിയൊരു ബ്രേസ്ലെറ്റാണ്. അപ്പോൾ ഇത് കാണിച്ചു തരാം. ഓക്കെ, ഇത് കുറച്ച് നെയിൽസാണ്. ഇതിൽ നെയിൽസ് ഉണ്ടോ? കുറച്ച് വെപ്പ് നഖം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് നെയിൽസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫാബ്രിക് പെയിൻ്റ് ഇല്ല, ഈ ഒരു ഫാബ്രിക് പെയിൻറ്റ് അടിച്ചതാണ് കേട്ടോ, ബ്ലാക്ക് ഹെന്നാന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വെറുതെ രസത്തിന് ഇപ്പം ഞാനത് ഇടാറില്ല. ഇതിൻ്റെ ഗമ്മൊക്കെ എൻ്റെ കയ്യിൽ തീർന്നു പോയി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം. ഓക്കെ, പിന്നെ ഇതൊരു പെയിൻ്റാണ്. മറ്റേത് ഇത് ഞാൻ ആ ഒരു ക്ലേ പറഞ്ഞില്ലേ, ആ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെറുതെ ഒരു രസം. അത് ഇന്ത്യയിൽ കളറൊന്നുമില്ല, പിന്നെ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇതെന്താ അത് കോളായിപ്പോയി. ഞാൻ ഒരു പേപ്പർ ഗ്ലാസ് ഒട്ടിച്ചപ്പോൾ അത് പറിച്ചപ്പോൾ കോളായിപ്പോയി, ഷേപ്പ് മാറിപ്പോയി. ഞാൻ ഇവിടെ നടുവിൽ ഇങ്ങനെ മെഞ്ചാടി ഒട്ടിച്ചു. ഓക്കെ ഓക്കെ ഇനി അടുത്തത് എന്താ, ഇതാണ് എൻ്റെ കൊല്ലത്തെ എക്സാം ബോർഡ്. കണ്ടോ, ഇതാണ് എക്സാം ബോർഡ്. ഇതിൽ കുറേ ആൾക്കാരുണ്ട്, എനിക്ക് കൂട്ടിന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എക്സാം എഴുതാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ എന്താ പറയുക, കണ്ടോ ബെൻട്ടൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അത് ഫ്രീ ഫയർ താരമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ക്രിക്കറ്റാണ്. ഓക്കെ, ഫേമസ് ക്രിക്കറ്റ് മാനാണ് തോന്നുന്നു. എനിക്കറിയില്ല ഇതിൻ്റെ പേര്, നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇത് നമ്മുടെ ചോട്ടാബീനാണ്. ഇവരൊക്കെ റോബോട്ട്. എനിക്ക് ഇവരൊക്കെ പരീക്ഷയൊക്കെ ഉണ്ട്, ഓലൊക്കെ പറഞ്ഞെന്നുള്ളൂ എനിക്ക് നാളെ പരീക്ഷ എഴുതാനും. പിന്നെ ഇതാണ് ഞാൻ എല്ലാവരും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായത്, ഇതാണ് എൻ്റെ
ഐശ്വര്യമുള്ള സ്കൂൾക്ക് കൊണ്ടുവന്ന ബാഗ്. ഇതിൻ്റെ 6ാം ക്ലാസ്സിലെ ബാഗാണ്. അപ്പം 7ാം ക്ലാസ്സിക്ക് ഇതൊന്നും കേടൊന്നും പറ്റിയിട്ടില്ല. ഉമ്മച്ചി പറഞ്ഞു 7ാം ക്ലാസ്സിക്ക് ഈ ബാഗ് ഉണ്ടായാൽ മതി, 8ാം ക്ലാസ്സിൽ ഇൻഷാല്ല പുതിയ ബാഗ് മേടിച്ചു തരാമെന്ന്. കേട്ടോ, ഒരു കേട് പറ്റാത്ത നല്ല ബാഗാണ്. എനിക്കിങ്ങനെ ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇങ്ങനത്തെ ബ്ലൂ, ഇങ്ങനത്തെ കളറിലെ ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ്. ഇനി നമുക്ക് എൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകാം. നമുക്ക് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതാ എൻ്റെ എക്സാമിനായിട്ടുള്ള ബാഗ് എല്ലാം പാക്ക് ചെയ്യട്ടെ. അപ്പം നമുക്ക് ഇത് എല്ലാം ഞാൻ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. പെൻ ഇതൊക്കെ എടുക്കാൻ എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ഞാൻ ഈ ബിസ്മില്ലാഹ്, പരീക്ഷയൊക്കെ നന്നായിട്ട് വിജയിക്കട്ടെ. ഓക്കെ, ഇത് വെക്കുന്നുണ്ട്. നമുക്ക് ഏത് ബോക്സ് ഉണ്ടോ? ഈ ബോക്സ് ഉണ്ടോ? എല്ലാം ഞാൻ ആക്കിയോണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്കാനുണ്ടോ? ഓക്കെ, അത് വെക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അവിടെ എനിക്ക് ആക്കാൻ. ഇനി ഇപ്പം അങ്ങനെ കളറിന് ആവശ്യം ഉണ്ടെങ്കിലോ, എനിക്ക് മെഴുക് കളറില്ല, അതുകൊണ്ട് നമുക്കതാ വെറുതെ നമുക്ക് കളർ എടുക്കാനും വല്ല ഉണ്ടാവില്ല. 7ാം ക്ലാസ്സിൽ എത്തിയില്ലേ, നമുക്ക് ജസ്റ്റ് ഒരു പോസ്റ്ററോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ജസ്റ്റായിട്ട് വെറുതെ ഒരു കളർ എടുക്കാൻ ഉണ്ടാവില്ല. അപ്പം നമുക്ക് വെറുതെ ഒരു ചെറിയ ഓയിൽ പേസ്റ്റ് കൊണ്ടുപോവാം. പിന്നെന്താ, ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടാവാം. നമുക്ക് ഇങ്ങനെ ഹെഡിങ് ഒക്കെ പടച്ചോൻ ഇത് പോകുന്നു. ഞാൻ വിചാരിച്ചത് പോകുന്നത്. അതിൻ്റെ ബ്ലാക്ക് ഉണ്ടാവാം. നമുക്ക് എന്തെങ്കിലും ഹെഡിങ്ങിൻ്റെ താഴെയൊക്കെ വെറുതെ ഡിസൈൻ കൊടുക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിതാ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാനുണ്ട്. എക്സാം നാളെ മലയാളം സെക്കൻഡാണ്. നിങ്ങൾക്കും അതാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ 7ാം ക്ലാസ് കുട്ടികൾക്കും മലയാളം സെക്കൻഡാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാനിതാ എൻ്റെ ബുക്കൊന്ന് എടുത്തിട്ട് എനിക്ക് ജസ്റ്റ് നോക്കി വെക്കാനുണ്ട്. സോഷ്യൽ സയൻസും ബേസിക് സയൻസും നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടല്ലോ, ശനി ഞായറും ലീവ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അപ്പം നോക്കി വെക്കാം. അത് തിങ്കളും ചൊവ്വയാണ്. തിങ്കളല്ല, ചൊവ്വല്ല, ഇതാണ് ചൊവ്വ, ഓർമ്മല്ല, ബുധനും വ്യാഴ തോന്നുന്നു, എനിക്കറിയില്ല. ചൊവ്വയും ബുധനാണ് തോന്നുന്നത്. മലയാളം സെക്കൻഡിൽ നിന്നാണ്. മലയാളത്തിൽ നോട്ടും ഇതൊക്കെ നമുക്ക് പഠിക്കാം. ഈ മലയാളം ആയതുകൊണ്ട് പിന്നെ സുഖമാണ്, കുഴപ്പമില്ല. പക്ഷെ മാത്സൊക്കെ ആയാലാണ് പണി. ഞാൻ മലയാളത്തിൽ പഠിക്കാനുള്ള ഭാഗമൊക്കെ അങ്ങനെ ജസ്റ്റ് എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് പഠിച്ചുമ്പോൾ തപ്പേണ്ട ആവശ്യമില്ലല്ലോ, പ്രധാനപ്പെട്ട വാക്കുകളൊന്നും തപ്പേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ചെയ്താൽ ഞാൻ എത്ര പഠിച്ചാലും തരീന്ന് അങ്ങോട്ട് മറന്നു പോകും. അതിൻ്റെ എന്താ പറയുക, എനിക്ക് എന്താണ് ഞാൻ എത്ര പഠിച്ചതും മറന്നു പോകും, എത്ര മനസ്സിലാക്കി പഠിച്ചതും മറന്നു പോകും. അപ്പം അതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് നോക്കി വെക്കുന്നുണ്ട്. അങ്ങാനും മറന്നുപോയി. എനിക്ക് നോട്ട് കുറേ മിസ്സായിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കി നോട്ട് കുറേ ഫുള്ളാക്കും. യൂട്യൂബിൽ നോക്കി പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് നോട്ട് ഫുള്ളാക്കാൻ ടൈമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ യൂട്യൂബിൽ നോക്കി പഠിക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഓൺ എക്സാമിന് ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഈ സ്കൂളിലോട്ട് മാറിയപ്പോൾ കുറേ ഇവിടുത്തെ പാഠങ്ങളൊക്കെ അവിടത്തേക്കാട്ടി ഇവിടെ മുമ്പൊക്കെയായിരുന്നു പാഠങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നോട്ടും അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ മിസ്സായതുകൊണ്ട് പ്രത്യേകിച്ച് മാത്സൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ പറയാം, എനിക്ക് മാത്സ് തലയിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൺ എക്സാമിന് ഫുൾ എ ഗ്രേഡ് കിട്ടിയാൽ നമുക്ക് അതിന് മുമ്പ് തന്നെ സ്ക്രീനിങ് ഉണ്ടാവും. വേറെ ഒന്ന് യൂസിന് ചെയ്യാനുള്ള സ്ക്രീനിങ് ഉണ്ടാവും. അപ്പം ഞാൻ ഈ സ്കൂൾക്ക് വന്നപ്പോൾ തന്നെ ആ സ്ക്രീൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺ എക്സാമിന് മാർക്ക് ഫുൾ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ, എല്ലാത്തിനും ഫുൾ എ ഉണ്ടെങ്കിൽ യൂസിന് സെലക്ഷൻ ആവുന്നതാണ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഇപ്പം അതായത് ഞാൻ
ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ അവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടായി. ഇപ്പോഴത്താണല്ലോ ഞാനിപ്പോൾ പഠിക്കുന്ന സ്കൂളിലോട്ടായത്. അപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ അവിടുത്തെ ഇങ്ങോട്ട് ഇവിടെ ഫുള്ള് മുമ്പൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് മാത്സ് എനിക്ക് ഭയങ്കര ടഫാണ്, തലയിൽ കയറൂല. അപ്പോൾ അതൊക്കെ മുമ്പൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടില്ലായിരുന്നു. നോട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടെ ചെറുതായിട്ട് പ്രശ്നം. എനിക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, ഫസ്റ്റായിട്ട് വരികയല്ലേ. അപ്പോൾ എനിക്ക് നോട്ടൊന്നും അവർ തന്നിട്ടില്ലായിരുന്നു. പിന്നെ ടീച്ചർ പറഞ്ഞിട്ട് അങ്ങനെ തന്നു. അങ്ങനെ അവിടുന്ന് നോക്കിയൊക്കെ എഴുതി അങ്ങനെ പഠിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഓൺ എക്സാം എഴുതിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് 2 വിഷയത്തിൽ എ ഗ്രേഡ് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര കരച്ചിലായി. അവസാനം എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ടീച്ചറിനോടൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു രക്ഷയല്ല, ഇനി നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ ഗ്രേഡ് ഉണ്ടെങ്കിൽ USSന് ചേരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിത്തമൊക്കെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ സാധാരണ ഞാൻ എക്സാമിന് തലേന്ന് കുത്തിർന്ന പഠിക്കാറ്. എന്നെ പോലെ അറിയുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പക്ഷെ എനിക്ക് USSന് കിട്ടുന്ന വാശി ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ ഫുള്ള് ഞാനൊന്ന് കരഞ്ഞ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് എന്നും ആ ഓൺ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്രിസ്മസ് എക്സാമിനുള്ള പ്രിപ്പയർ തുടങ്ങി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും പേടിയുണ്ട്, നമുക്കൊരു പേടി ഉണ്ടാവില്ലേ, അഥവാ ഫുള്ളേ കിട്ടിയില്ലെങ്കിലോ. പേടിയുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ഇനി കുറേ പാഠങ്ങൾ കംപ്ലീറ്റ് ആക്കാണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ പിന്നെ ഉണ്ടല്ലോ, വേറെ കമൻറ്റിൽ കുറച്ച് പേര് 2-3 കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു Q&A ചെയ്യുമെന്നും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ Q&A ആക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ചോദ്യങ്ങളോട് ഉത്തരമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണും. അതുവരേക്കും ബൈ ബൈ.